നമസ്കാരം പ്രിയപ്പെട്ടവരെ, 2-3 ദിവസമായി റോഡ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞ പട്ടും പുളിമ്പറമ്പ് റോഡാണിത്. അതിൻ്റെ എൻട്രൻസ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നടന്നു പോയി ജസ്റ്റ് നോക്കിയതാണ് ഇന്നലെ. നിങ്ങൾക്കത് കാണാൻ പറ്റും. അതോറിറ്റിയുടെ പണി നടന്നു വരികയാണ്. ഇടിയാൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോറിറ്റി നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഇന്നലെ കുറച്ച് മഴ കുറവായിരുന്നു, അതുകൊണ്ട് അവർ പണി നടക്കുന്നുണ്ട്. അവിടെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ജില്ലിയിട്ട് ഉറപ്പിച്ചിട്ട് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് പോയാലാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എടുത്ത 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ആ വെള്ളക്കെട്ടും അതൊക്കെ ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും. ഇവിടുന്ന് നേരെ ആ വരുന്ന പാലം ഇവിടെ കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അണ്ടർ പാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്ന റോഡ് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് തോന്നുന്നു, ഫ്ലൈ ഓവർ പോലെയാണെന്ന് തോന്നുന്നു. ആ സൈഡിൽ നിങ്ങൾക്കൊരു വീട് കാണാൻ പറ്റും. ആ വീടിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. കാരണം നല്ലോണം മണ്ണിടിഞ്ഞ് അടിഭാഗം കാണുന്ന രീതിയിലായി ആ വീട്. അവിടെ ആളത്താമസം ഉണ്ടായതാണ്. നിലവിലിപ്പോൾ അവിടെ ഇല്ല, അവരെ അവിടുന്ന് മാറ്റി. ഇവിടെ നിങ്ങൾക്ക് ആ വെള്ളക്കെട്ടൊക്കെ കാണാൻ പറ്റും. ഈ ഭാഗം കുറേ ഭാഗം ഇടിഞ്ഞു. അവിടെ കാണുന്ന നേരെ അപ്പുറം കാണുന്ന വെള്ളക്കെട്ടാണ് ഞാൻ ഇന്നലെയും മിഞ്ഞാന്നുമായിട്ടിട്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെള്ളക്കെട്ട്. ജസ്റ്റ് നിങ്ങളത് കണ്ടു നോക്കൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. പണി നടക്കുന്നുണ്ട്, അത് ശരിയാക്കാനുള്ള പണി നടക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. കാരണം അങ്ങോട്ടേക്ക് സ്കൂളും പിന്നെ പുളിമ്പറമ്പിലേക്ക് പോകുന്നതും പട്ടുവത്തേക്ക് പോകുന്നതും പ്രധാനപ്പെട്ട റോഡാണ്. അപ്പം ഇതിൽ ഗതാഗതം നിലച്ചത് വളരെ നാട്ടുകാർക്കും അതിൽ പോകുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം പണിയൊക്കെ വേഗം തീർത്ത് ഒരു ഗതാഗതം യോഗ്യമാക്കിയാൽ ആൾക്കാർക്കൊക്കെ സുഖമാണ്. പോകുന്നവരൊക്കെ കുറേയധികം ചുറ്റിയിട്ടാണ് പോകുന്നത്. ഇതിലേ പോകുന്ന എളുപ്പവഴിയാണിത്. കുറച്ചും കൂടി ഇതിൽ ഡെയിലി പോകുന്നവരുണ്ട്. ബസ് റൂട്ടാണിത്. കുട്ടികൾ പോകുന്നതാണ്, സ്കൂൾ കുട്ടികൾ പോകുന്ന റൂട്ടാണ്. കുറേ വാഹനങ്ങൾ പോകുന്ന റോഡാണ്. എത്രയും പെട്ടെന്ന് തന്നെ 1-2 ദിവസം മഴ കുറഞ്ഞ് കിട്ടിയാൽ പണി വേഗം നടക്കും തോന്നുന്നു. കാരണം മഴയാകുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പണിയെടുക്കാൻ. നിങ്ങൾ ആ കാണുന്ന വെള്ളക്കെട്ടാണ് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വീട്. അതിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലോണം മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട്. ആ താഴെ ഭാഗം കാണുന്നത്, അവിടെ കാണുന്ന ഷീറ്റ് ഇട്ടതൊക്കെ കാണുന്നത് ഒരു അമ്പലമാണ്. നിങ്ങൾക്കത് ഇവിടുന്ന് കാണാൻ പറ്റും. അതിലെ വണ്ടിയൊക്കെ പോകുന്ന കാണാൻ പറ്റും. ആ കാണുന്നത് അമ്പലമാണ്. മാന്തംകുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം. അതിലേ പോകുന്ന റോഡാണ് നിങ്ങൾ ഈ കാണുന്ന താഴെ ഭാഗം. വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഇതുവഴി പോകുന്നവർ ശ്രദ്ധിക്കുക, റോഡ് ക്ലോസ് ആണ്. അപ്പം തൽക്കാലം വേറെ മാർഗം നിങ്ങൾ നോക്കുക. വേറെയും പല റൂട്ടുമുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാവരും സേഫായിരിക്കുക. താങ്ക് യു.